മെട്രിക്സസ് എന്ന ചാപ്റ്ററാണ് കാണാൻ പോകുന്നത്. അപ്പോൾ മെട്രിക്സ് എന്ന് പറയുന്നത് ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. അതായത് ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റിൽ നമ്പേഴ്സിനെയോ ഫങ്ഷൻസിനെയോ ഒരു കൃത്യമായി ഒരു ഓർഡറിൽ എഴുതിയാൽ അതിനാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നോക്കുക, ഞാൻ 1 3 5 0 നോക്കുക, ഇവിടെ ഇതിന് വ്യക്തമായ പൊസിഷൻ ഉണ്ട്. അതായത് ഈ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിലെ എലമെന്റ്, ഈ 3 എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിലെ എലമെന്റ്, 5 എന്ന് പറയുന്നത് ഈ പൊസിഷനിലെ 0 ഈ പൊസിഷൻ. ഓരോരുത്തർക്കും കൃത്യമായ പൊസിഷനുള്ള ഒരു റെക്ടാങ്കുലർ രീതിയിലുള്ള, അതായത് നോക്കുക, ഇത് ലെങ്തും ബ്രെഡ്ത്തുമായിട്ട് നമുക്ക് എടുത്തൂടെ. ഒരു റെക്ടാങ്കിൾ ആണെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും ഉള്ളതുപോലെ നമുക്കിത് ഇതൊരു റെക്ടാങ്കുലർ രീതിയിലാണെന്ന് കാണാം. നമ്പേഴ്സ് ആവാം അല്ലെങ്കിൽ ഫങ്ഷൻസ് ആവാം. അതായത് ഈ നമ്പേഴ്സ് തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല. 0 sin x tan x 1, അതായത് ഇങ്ങനെയും ഫങ്ഷൻസും നമുക്ക് എഴുതാം. ഇനി നോക്കുക, ഇതിനകത്ത് അതേപോലെ ഞാനിപ്പോൾ എഴുതുന്നു -3 2 1 5 0 7, ഞാൻ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇതിനെ ഞാൻ, അല്ലെങ്കിൽ ഇത് നമുക്കറിയാം റോ, ഇത് ഫസ്റ്റ് റോയാണ്. അതേപോലെ ഇതാണെങ്കിൽ സെക്കൻഡ് റോയാണ്. അതേപോലെ ഈ ഒരു പൊസിഷൻ അത് കോളമാണ്, അതായത് ഇത് ഫസ്റ്റ് കോളം. അതേപോലെ ഇതാണെങ്കിലോ സെക്കൻഡ് കോളം. ഇനി ഇതാണെങ്കിൽ തേർഡ് കോളം. അതായത് റോ ഇങ്ങനെയുള്ളത് കോളം. അപ്പോൾ റോകളായിട്ടും കോളമായിട്ടും നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ അതാണ് മെട്രിക്സ്. ഇനി നോക്കുക, ഇവിടെ നമുക്ക് എത്ര റോയുണ്ട്? നമുക്ക് 2 റോയുണ്ട്. അപ്പോൾ 2 റോയുണ്ട്, 2 കോളമുണ്ട്. അപ്പോൾ ഞാൻ ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2x2 എന്ന് വിളിക്കുന്നു. അതായത് ഓർഡർ, ഞാൻ ആദ്യത്തെ ഈ മെട്രിക്സ്, അതായത് എ എന്ന മെട്രിക്സ് എഴുതി. ആ എ എന്നുള്ള മെട്രിക്സിന് 2 റോയുണ്ട്, 2 കോളമുണ്ട്. അപ്പോൾ ഞാൻ 2x2 മെട്രിക്സ് ആണ് എ എന്ന മെട്രിക്സ് എന്ന് എഴുതി. വായിക്കുന്നത് 2x2 എന്നാണ് വായിക്കേണ്ടത്. ഇനി നോക്കുക, ബി എന്നൊരു മെട്രിക്സ് ഞാൻ ഇവിടെ എഴുതി. ഇതിന് എത്ര റോയുണ്ട്? 2 റോയുണ്ട്, 2 റോ. ഇനി എത്ര കോളം? 1 2 3 കോളം ഉണ്ട്. അതായത് ബി എന്നുള്ളത് ഒരു 2x3 മെട്രിക്സ് ആണ് എന്ന് പറയാം. അതായത് ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ റോയും കോളവും എത്രയുണ്ട് അതിനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറലി നമുക്കൊരു മെട്രിക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് കാണാം. അതായത് നോക്കുക, ഞാൻ ഇപ്പോൾ ഒരു മെട്രിക്സ് 3 5 7 2 3 4 ഇങ്ങനെ എഴുതി. ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റാണ്. അപ്പോൾ ഞാൻ ജനറലി അതിനെ A11 എന്ന് വിളിക്കും. അതേപോലെ ഈ പൊസിഷൻ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ് ഇത്. അതായത് A12 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. ഈ വാല്യൂ ആണെങ്കിൽ ഫസ്റ്റ് റോയിലെ 1 2 3 തേർഡ് കോളത്തിലെ എലമെന്റ് ആണിത്. അപ്പോൾ ഞാൻ അതിനെ A13 എന്ന് വിളിക്കും. അതേപോലെ ഇത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് അല്ലേ, സെക്കൻഡ് റോ കോളം ഫസ്റ്റ്. അപ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അതേപോലെ അടുത്ത വാല്യൂ ആണെങ്കിലോ രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിലെ എലമെന്റാണ്. അപ്പോൾ രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം A22. ഇവിടാണെങ്കിൽ രണ്ടാമത്തെ റോ 1 2 തേർഡ് കോളം, അതായത് A23. ഇങ്ങനെയാണ് നമ്മൾ ജനറൽ ആയിട്ട് മെട്രിക്സിനെ എഴുതുന്നത്. അപ്പോൾ ഒരു മെട്രിക്സിലെ വാല്യൂസ് ആ പൊസിഷൻ അനുസരിച്ചാണ് നമ്മൾ ഇവിടെ പേര് കൊടുത്തത്. ഇത് ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളത്തിലെ എലമെന്റ് ആയതുകൊണ്ട് ഞാൻ ഇതിനെ A11 എന്ന് വിളിച്ചു. ഇനി ഈ ഒരു പൊസിഷൻ എന്താണ്? രണ്ടാമത്തെ റോ 1 2 3 തേർഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം. സോ A23 എന്ന് വിളിച്ചു. അപ്പോൾ ജനറലായിട്ട് ഒരു മെട്രിക്സ്
മെട്രിക്സിനെ എഴുതുന്നത് ഇങ്ങനെയാണ്: A11 A12 A13 A21 A22 A23 എക്സെട്ര. ജനറൽ ആയിട്ട് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മെട്രിക്സിൽ, അതായത് ഒരു മെട്രിക്സിന്റെ ഓർഡർ ഇനി എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ 2 5 7 3 8 9 ഇങ്ങനെ ഒരു മെട്രിക്സ് എഴുതി. ഇതിന്റെ ഓർഡർ എങ്ങനെ എഴുതും? എത്രയാണ് ഇതിന്റെ ഓർഡർ? 1 2, 2 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. അപ്പോൾ ഇത് 2/3 മെട്രിക്സാ. അതായത് ഓർഡർ ഓഫ് മെട്രിക്സ് എ എന്ന് പറയുന്നത് 2/3. ഇനി അങ്ങനെ ഒരു 2/3 മെട്രിക്സ് ആണ് എങ്കിൽ ഈ 2/3 മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? ജനറൽ ആയിട്ട് പറഞ്ഞാൽ m/n ഓർഡർ ഉള്ള ഒരു മെട്രിക്സ്, അതായത് എ എന്നത് m/n ഓർഡർ ഉള്ള മെട്രിക്സ് ആണെങ്കിൽ ഈ എയിലെ എലമെന്റ്സിന്റെ എണ്ണം, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറയുന്നത് mn ആയിരിക്കും. അതായത് സിംപ്ലി നോക്കുക, ഇവിടെ ഈ മെട്രിക്സിന്റെ ഓർഡർ 2/3 എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ടാകും? 1 2 3 4 5 6 എലമെന്റ്സ് ഉണ്ടല്ലോ. അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ മെട്രിക്സ് എ, നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ മെട്രിക്സ് എ ഈസ് 2 into 3 equal to 6. നോക്കുക, ഇത് ഇൻറ്റു നമ്മൾ എഴുതുന്നുവെങ്കിലും ഇത് വായിക്കേണ്ടത് 2/3 എന്നാണ്. അതായത് ഒരു മെട്രിക്സിന്റെ ഓർഡർ പറയുമ്പോൾ 2/3 എന്നാണ്, അല്ലെങ്കിൽ 2/2 എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എഴുതുന്നത് എന്താണ്? നമ്മളുടെ പണ്ടത്തെ പ്രോഡക്റ്റ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള മീനിങ്ങിലാണ്. എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 into 3 6 എലമെന്റ്സ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഒരു മെട്രിക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് construct a 2/2 matrix. Construct a 2/2 matrix A equal to matrix Aij, where Aij equal to I by j, where Aij equal to I by j. അതായത് ഒരു 2/2 മെട്രിക്സ് എ ആണ് ഫോം ചെയ്യേണ്ടത്. Aij എന്ന് പറയുന്നത് I by j ആയിരിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ 2/2 മെട്രിക്സിന്റെ എത്ര റോ എത്ര കോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എലമെന്റ്സ് എത്രയുണ്ട് എന്ന് എഴുതി വെക്കണം. 2 റോയും 2 കോളവും ഉണ്ട്. അതായത് A11 A12 A21 A22. ഇനി നമുക്ക് തന്നിട്ടുണ്ട് Aij എന്ന് പറയുന്നത് I by j ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ A11 എന്തായിരിക്കണം? ഈ I യെ മാറ്റി 1 കൊടുക്കുക, j മാറ്റി 1 കൊടുക്കുക. That is 1/1 1. ഇനി A12 എങ്ങനെ കണ്ടുപിടിക്കാം? A12 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ I മാറ്റി 1 കൊടുക്കുക, j മാറ്റി 2 എന്ന് കൊടുക്കുക. That is I മാറ്റി 1 j മാറ്റി 2. ഇനി A21 ഇവിടെ ഈ A21 നമുക്ക് കിട്ടണം. A21 കിട്ടാനായിട്ട് Aij നമുക്കറിയാം. സോ ഇവിടെ ഐക്ക് പകരം 2. That is 2. ജെയ്ക്ക് പകരം 1 2. A22 that is Aij അറിയാം, A22 വേണം. അപ്പോൾ I മാറ്റി 2 എന്ന് കൊടുക്കുക, j മാറ്റി 2 എന്ന് കൊടുക്കുക. That is 2/2 1. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെട്രിക്സ് എങ്ങനെ എഴുതണം എന്നാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്? A11 A12 A21 A22. That is A11 1, A12 1/2, A21 2, A22 1. മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിന്റെ ഓർഡർ എഴുതണം. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട്. അതായത് ഇവിടെ നോക്കിയേ 1 2 3 റോസ് ഉണ്ട്. അപ്പോൾ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത് ആദ്യം 3 എത്ര കോളം ഉണ്ട്? 1 2 3 4 4 കോളംസ് ഉണ്ട്. അപ്പോൾ ഈ എ എന്നുള്ളത് 3/4 മെട്രിക്സ് ആണ് എന്ന് കാണാം. അതായത് ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റോകളുടെ എണ്ണം, കോളത്തിന്റെ എണ്ണം. അപ്പോൾ 1 2 3 റോസ് ഉണ്ട്. 3/1 2 3 4 4 കോളംസ് ഉണ്ട്. അപ്പോൾ 4 കോളംസ്. നമ്പർ ഓഫ് എലമെന്റ്സ്
നമ്പർ ഓഫ് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 4 12. ഇനി A13 എന്താണ്? A13 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ തേർഡ് കോളം, ഫസ്റ്റ് റോയിലെ തേർഡ് കോളം. അപ്പോൾ A13 19. അടുത്തത് A21 means second row first column, second row first column, that is 35. A33 means third row third column, that is -5. A24 means second row fourth column, 12. A23 means second row third column, second row third column, 5/2. Next question. If a matrix has 24 elements, what are the possible orders it can have? ഒരു മെട്രിക്സിൽ 24 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പോസിബിൾ ഓർഡേഴ്സ്, അതിന് വരാവുന്ന പോസിബിൾ ഓർഡേഴ്സ് എന്താണെന്ന് പറഞ്ഞത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം m/n മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഓർഡർ mn ആയിരിക്കും. അതായത് പ്രോഡക്റ്റ് ആണിത്. അതായത് 24 എന്നുള്ളത് പ്രോഡക്റ്റ് ആണ്. 24 പ്രോഡക്റ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അത് എത്ര രീതിയിൽ വരാൻ നോക്കുക. അതായത് നമുക്കറിയാം 1 × 24, 2 × 12, 3 × 8, 4 × 3 × 8, 4 × 6, 5 × വരുമോ? ഇല്ല. പിന്നെ നേരെ തിരിച്ച് 6 × 4, 8 × 3, 12 × 2, 24 × 1. അപ്പോൾ നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? ഒരു മെട്രിക്സിൽ 24 എലിമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓർഡേഴ്സ് എത്രയൊക്കെ രീതിയിൽ വരാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു m/n മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഓർഡർ mn ആണ്. അതായത് പ്രോഡക്റ്റ് ആണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 24 ആണ് നമ്മളുടെ ഓർഡർ. അതായത് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് 24 വരുന്നത് ഏതൊക്കെ രീതിയിൽ വരും എന്ന് നോക്കിയാൽ മതി. അതായത് 1 × 24, 2 × 12, 3 × 8, 4 × 6, 6 × 4, 8 × 3, 12 × 2, 24/1. അതായത് 24 × 1. ഇനി ഇതേപോലെ ഓർഡർ അല്ലെങ്കിൽ ഒരു മെട്രിക്സിന് 18 എലമെന്റ്സ് ആണ് എന്ന് വിചാരിക്കുക. ഒരു മെട്രിക്സിൽ 18 എലമെന്റ്സ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പോസിബിൾ ഓർഡേഴ്സ് ഏതൊക്കെയാവാം? ഈ 18 പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെ രീതിയിൽ എഴുതാം നോക്കിയാൽ മതി. 1 × 18, 2 × 9, 3 × 6, then 6 × 3, 9 × 2, 18 × 1. അപ്പോൾ ഇതാണ് ഓർഡേഴ്സിനെ കുറിച്ചുള്ള നെക്സ്റ്റ്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ് എങ്കിൽ, അതായത് മെട്രിക്സ് 4 3 x 5 ഈക്വൽ ടു മെട്രിക്സ് y z 1 5 ഫൈൻഡ് x y z. അതായത് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് തന്നിരിക്കുന്നു. XYZ കണ്ടുപിടിക്കുക. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കറസ്പോണ്ടിങ് പൊസിഷനിലുള്ളവർ ഈക്വൽ ആയിരിക്കും. അതായത് ഈ 4ഉം ഈ yയും ഈക്വൽ ആയിരിക്കും, 3യും ഇസഡും ഈക്വൽ ആയിരിക്കും, എക്സും 1ഉം ഈക്വൽ ആയിരിക്കും, 5ഉം 5ഉം ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ളവർ ഈക്വൽ ആണ്. ദാറ്റ് ഈസ് y ഈക്വൽ ടു 4, z ഈക്വൽ ടു 3, x ഈക്വൽ ടു 1. ദെൻ അതേപോലെ ഫൈൻഡ് A B C D if matrix A minus B, 2A minus B, 2A plus C,
3c plus d equal to minus 1, 5, 0, 13. നോക്കുക, ഇവിടെയും രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം a minus b equal to minus 1, a minus b equal to minus 1, 2a plus c equal to 5, 2a minus b equal to, അതായത് ഈ പൊസിഷനിലുള്ളതും 0, 3c plus d equal to 13. ഇനി നമുക്ക് എയും ബിയും എ ബി സി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്കുക, ദാ നമുക്ക് ഇതിന് ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3, ഇക്വേഷൻ 4 ഇങ്ങനെ മാർക്ക് ചെയ്യാം. നോക്കുക, ഫസ്റ്റ് ആൻഡ് തേർഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് എ മൈനസ് ബി ഈക്വൽ ടു മൈനസ് 1, 2a മൈനസ് ബി ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻസ് കൺസിഡർ ചെയ്ത് അതിനെ ഒന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എയും ബിയും കിട്ടുമല്ലോ. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നോക്കുക, ഇത് മൈനസ് ബി, ഇത് മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ? കാരണം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഈ രണ്ട് ഇക്വേഷൻസിനെ സബ്ട്രാക്ട് ചെയ്യാം. രണ്ട് ഇക്വേഷൻസിനെ സബ്ട്രാക്ട് ചെയ്യുക, അതായത് ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 1. ഏത് രീതി വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിനെ സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്നു. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സബ്ട്രാക്ട് ചെയ്യുക. 2a മൈനസ് ബി മൈനസ് എ മൈനസ് ബി ഈക്വൽ ടു 0 മൈനസ് മൈനസ് 1. 2a മൈനസ് ബി മൈനസ് എ പ്ലസ് ബി ഈക്വൽ ടു 0 പ്ലസ് 1. ദെൻ മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽ ആയി പോകുന്നു. 2a മൈനസ് എ ഈക്വൽ ടു 1. 2a മൈനസ് എ, ദാറ്റ് ഈസ് എ ഈക്വൽ ടു 1. ഇനി എ കിട്ടിയാൽ ബി, 2a മൈനസ് ബി 0 ആവണം. സോ 2a എന്ന് പറയുന്നത് ഈ ബി അങ്ങോട്ട് കൊണ്ടുപോവുക. ഈ ബി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2a ഈക്വൽ ടു ബി ആയി. സോ എ ഈക്വൽ ടു ബി, നമുക്ക് കിട്ടേണ്ടത് ബി ആണ് കിട്ടേണ്ടത്. അപ്പോൾ ബി എന്ന് പറയുന്നത് 2a, 2 × 1, 2. നോക്കുക, എ 1ഉം ബി 2ഉം കിട്ടി. ഇനി അടുത്തത് സി കിട്ടണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 2 ഇക്വേഷൻസ് കൺസിഡർ ചെയ്യാം. സോ അതെങ്ങനെ ചെയ്യും? എ 1ഉം ബി 2ഉം കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാ അടുത്ത രണ്ട് ഇക്വേഷൻസ് എ 1ഉം ബി 2ഉം കിട്ടി. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2. ദെൻ ഇവിടെ നോക്കുക, ദാ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ പറയുന്നത് 2a പ്ലസ് സി ഈക്വൽ ടു 5 എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ സി ഈക്വൽ ടു, നമുക്ക് എ അറിയാം, അതുകൊണ്ട് സി ഈക്വൽ ടു 5 മൈനസ് 2a എന്ന് എഴുതാം. 5 മൈനസ് 2 × 1, ദാറ്റ് ഈസ് 5 മൈനസ് 2, 3. സി കിട്ടി. അപ്പോൾ ഇനി ഫോർത്ത് ഇക്വേഷൻ കൺസിഡർ ചെയ്തേ. ഫോർത്ത് ഇക്വേഷൻ 3c പ്ലസ് ഡി ഈക്വൽ ടു 13 ആണല്ലോ. നമുക്ക് സി അറിയാവുന്നത് കൊണ്ട് ഡി ഈക്വൽ ടു 13 മൈനസ് 3c എന്ന് എഴുതാം. 13 മൈനസ് 3 × c, 3. 13 മൈനസ് 9, 4. അപ്പോൾ സി ഈക്വൽ ടു 3 എന്നും ഡി ഈക്വൽ ടു 4 എന്നും കിട്ടി. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കറസ്പോണ്ടിങ് പൊസിഷനിലുള്ളവർ സെയിം ആയിരിക്കും. അപ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു മൈനസ് 1, 2a പ്ലസ് ഈക്വൽ ടു 5, 2a മൈനസ് ബി ഈക്വൽ ടു 0, 3c പ്ലസ് ഡി ഈക്വൽ ടു 13. 4 ഇക്വേഷൻസ് കിട്ടി. എയും ബിയും സിയും ഡിയും കിട്ടണം. അതിനുവേണ്ടി നമുക്ക് അത് കിട്ടുന്ന രീതിയിലുള്ള ഇക്വേഷൻസിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ചെയ്തത്, ഇവിടെ എ മൈനസ് ബി, ഇവിടെയും എ മൈനസ് ബി, അതുകൊണ്ട് 1ഉം 3ഉം കൺസിഡർ ചെയ്തു. അത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ ചെയ്തു. അങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണ് എങ്കിൽ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ളവർ ഈക്വൽ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ്
രണ്ട് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്നുള്ളത് 2 5 7 8, ബി എന്നുള്ളത് 1 2 5 3. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എങ്ങനെയാണ് മെട്രിക്സ് അഡീഷൻ പോസിബിൾ ആവുന്നത്? ഇപ്പോൾ ഇതിൻ്റെ ഓർഡർ 2/2 ആണ്, ഇതിൻ്റെ ഓർഡറും 2/2 ആണ്. സെയിം ഓർഡർ തമ്മിലുള്ള മെട്രിക്സ് തമ്മിലേ നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത്? 2 5 7 8 പ്ലസ് മെട്രിക്സ് 1 2 5 3 ഈക്വൽ ടു കറസ്പോണ്ടിങ് പൊസിഷനിലുള്ളവരെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 2 പ്ലസ് 1 5 പ്ലസ് 2. കറസ്പോണ്ടിങ് പൊസിഷനിലുള്ളവരെയാണ് ആഡ് ചെയ്യേണ്ടത്. ഈ 2 പ്ലസ് 1 5 പ്ലസ് 2. നെക്സ്റ്റ് ആണെങ്കിൽ 7 പ്ലസ് 5 8 പ്ലസ് 3 ഈക്വൽ ടു 3 7 12 11. അതേപോലെ തന്നെയാണ് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ളവരെ സബ്ട്രാക്ട് ചെയ്യുക. അതായത് എ എന്നുള്ളത് മെട്രിക്സ് 5 2 8 6, ബി എന്നുള്ളത് മെട്രിക്സ് 3 1 4 2. എ മൈനസ് ബി ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ളവരെ സബ്ട്രാക്ട് ചെയ്യുക. അതായത് 5 മൈനസ് 3 2 മൈനസ് 1 8 മൈനസ് 4 6 മൈനസ് 2. ദാറ്റ് ഈസ് 5 മൈനസ് 3 2 1 4 4. ഇനി നെക്സ്റ്റ് രണ്ട് മെട്രിക്സുകളെ തമ്മിൽ സിംപ്ലിഫൈ ചെയ്ത്, അതായത് ഇപ്പോൾ എക്സും നെക്സ്റ്റ് ടൈപ്സ് ഓഫ് മെട്രീസസ് അതായത് പല ടൈപ്പ് മെട്രീസസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു മെട്രിക്സ് അതിൽ ഒരു കോളമേ ഉള്ളൂ 1 8 മൈനസ് 3 ഇങ്ങനെ ഒരു കോളമേ ഉള്ളൂ എങ്കിൽ ഇവിടെ ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 1 2 3 റോസ് ഉണ്ട്, ഒരു കോളമേ ഉള്ളൂ. അങ്ങനെ ഒരു കോളം മാത്രമുള്ള മെട്രിക്സിൻ്റെ പേരാണ് കോളം മെട്രിക്സ്. അപ്പോൾ ഒരു കോളം മാത്രമുള്ള മെട്രിക്സിൻ്റെ പേരാണ് കോളം മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ റോ മെട്രിക്സ് എന്തായിരിക്കും? ജനറൽ ഫോം റോ മെട്രിക്സ്. ഒരു കോളം വന്നപ്പോൾ കോളം മെട്രിക്സ് ആയി. അങ്ങനെയാണെങ്കിൽ ഒരു റോ വന്നാൽ പോരെ. അതായത് 1/2 ഒരു 1/2 റോ മെട്രിക്സ് എങ്ങനെ എഴുതും? ഒരു റോ എന്ന് പറയുമ്പോൾ 3 മൈനസ് 5 2 കോളം. ഇതാണ് റോ മെട്രിക്സ്. ഇനി സ്ക്വയർ മെട്രിക്സ്. എന്താണ് സ്ക്വയർ മെട്രിക്സ്? ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ വശങ്ങൾക്കും ഒരേ ലെങ്ത് ആയിരിക്കണം. അതിനാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വയർ മെട്രിക്സ്, നമുക്കിവിടെ മെട്രിക്സിനകത്ത് എന്താണ്? എല്ലാ വശങ്ങളും ഉണ്ടോ? ലെങ്തും ബ്രെഡ്ത്തും ആണോ ഉള്ളത്? ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന് റോയും കോളവും ഉണ്ട് എന്നല്ലേ അർത്ഥം. അപ്പോൾ റോയും കോളവും സെയിം ആയാൽ അതാണ് സ്ക്വയർ മെട്രിക്സ്. അതായത് ഇപ്പോൾ 2 റോ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര കോളം വരണം? 2 കോളം വന്നാൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതേപോലെ 3 റോ ഉണ്ടെങ്കിൽ 3 കോളം വന്നാൽ അതും ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. 4 റോ ഉണ്ടെങ്കിൽ അതേ എണ്ണം കോളം ഉണ്ടെങ്കിലാണ് അതൊരു സ്ക്വയർ മെട്രിക്സ് ആവുന്നത്. ഇനി നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ 2 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല. ഇതിനെ ഓർഡർ 2 എന്ന് മാത്രം എഴുതിയാൽ മതി. അതായത് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 അല്ലെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3, സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 4 എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് സ്ക്വയർ മെട്രിക്സ് കൺസ്ട്രക്ട് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഓർഡർ 2 ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ഫോം ചെയ്യുക. ഓർഡർ 2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 റോ വേണം, 2 കോളം വേണം. 2 റോ 1 5 3 8, 2 റോ 2 കോളം ഉള്ള സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം.
സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോയുടെയും കോളത്തിൻ്റെയും എണ്ണം ഈക്വൽ ആയിരിക്കണം. റോയുടെയും കോളത്തിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കണം. അപ്പോൾ 2/2, 3/3, 4/4. ഇനി അങ്ങനെ സെപ്പറേറ്റ് ചെയ്തേണ്ട ആവശ്യമില്ല. ഓർഡർ 2 ഉള്ള മെട്രിക്സ് അല്ലെങ്കിൽ ഓർഡർ 3 ഉള്ള സ്ക്വയർ മെട്രിക്സ് അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓർഡർ 2 ഉള്ള സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ ഓർഡർ 3 ഉള്ള സ്ക്വയർ മെട്രിക്സ് അങ്ങനെയാണ് നമ്മൾ അതിനെ നൊട്ടേഷൻ കൊടുക്കുന്നത്. ഇനി ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. ഡയഗണൽ എന്താ? ഡയഗണൽ നമുക്കറിയാലോ. നമുക്ക് ഡയഗണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇതേ ഒരു റെക്റ്റാങ്കുലർ ആണെങ്കിൽ ഇതാണല്ലോ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ഒരു സ്ക്വയർ മെട്രിക്സിലെ അതായത് ഇപ്പോൾ ഞാൻ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എടുത്തു. അതായത് ഇപ്പോൾ A11, A12, A13, A21, A22, A23, A31, A32, A33. അപ്പോൾ ദാ ഇങ്ങനൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനല്ലേ. അതായത് A11, A22, A23, A33. ഈ ഡയഗണൽ എലമെൻസിനെയാണ് ഞാൻ ഡയഗണൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എലമെൻസിൻ്റെ പേരാണ് ഡയഗണൽ എലമെൻസ്. അപ്പോൾ ഡയഗണൽ എലമെൻസ് എഴുതണം എന്നുണ്ടെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആവണം. സ്ക്വയർ മെട്രിക്സിലെ A11, A12, A33, A11, A22, A33 എന്നുള്ള എലമെൻസിനെയാണ് ഡയഗണൽ എലമെൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇതൊരു 3/3 മെട്രിക്സ് ആയതുകൊണ്ടാണ് ഇത്രയും വന്നത്. ഒരു 4/4 മെട്രിക്സ് ആയിരുന്നെങ്കിലോ ഡയഗണൽ എലമെൻസ് A11, A22, A33, A44 ഈ എലമെൻസ് ആയിരിക്കും 4/4ലെ ഡയഗണൽ എലമെൻസ്. ഇനി ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നെക്സ്റ്റ് ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് കാണാം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു മെട്രിക്സിൽ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഒരു 2/2 മെട്രിക്സ് എടുത്തു. 1, 5, 7, 8 ഇതിലെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയി പോയാൽ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ്. ഇതെല്ലാം 0 ആയി പോയാൽ ഇതിനാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിലെ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആണെങ്കിൽ അതാണ് ഡയഗണൽ മെട്രിക്സ്. ഇനി സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡയഗണൽ മെട്രിക്സ് അതിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണ് എങ്കിൽ, അതായത് ഡയഗണൽ എലമെൻറ്റ്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആവണം. അതായത് 5, 0, 0, 0, 5, 0, 0, 0, 5. അപ്പോൾ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആവണം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ എന്ന് പറഞ്ഞാൽ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആവണം. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും 0 ആയിട്ടുള്ള ഒരു മെട്രിക്സ്. അതിനകത്തെ ഈ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ പേരാണ് സ്കെയിലാർ മെട്രിക്സ്. ഇനി നെക്സ്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആയിട്ട് വരണം. 1 ആയിട്ട് വരണം. ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആയിട്ട് വരണം, ബാക്കി എല്ലാവരും 0 ആയിട്ടും വരണം. ഇങ്ങനെ വന്നാൽ ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ്, സ്കെയിലാർ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ് ഇത്രയും നമ്മൾ കണ്ടു. ഇനി സീറോ മെട്രിക്സ്. എന്താണ് സീറോ മെട്രിക്സ്? ഒരു മെട്രിക്സ് അതിലെ എലമെൻറ്റ്സ് 0 ആണ്, അല്ലെങ്കിൽ
0 0 0 0. ഇതാണ് സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. Then എക്സും വൈയും കണ്ടുപിടിക്കണം. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നമുക്ക് ഈ എക്സ് പ്ലസ് വൈ ഇതിന് ഇക്വേഷൻ 1ഉം ഇതിന് ഇക്വേഷൻ 2ഉം കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, രണ്ട് ഇക്വേഷൻസ് തന്നാൽ അതിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ് അറിയാം. നോക്കുക, അതേപോലെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് ഇവിടെ പ്ലസ് വൈ ഇവിടെ മൈനസ് വൈ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ? ഇത് പ്ലസും ഇത് മൈനസും ആയതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻസിനെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. സോ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മെട്രിക്സ് 5 2 0 9 പ്ലസ് 3 6 0 മൈനസ് 1. ഇനി രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ളവരെ ആഡ് ചെയ്യുക. 5 പ്ലസ് 3 5 പ്ലസ് 3 2 പ്ലസ് 6 2 പ്ലസ് 6 0 പ്ലസ് 0 9 പ്ലസ് മൈനസ് 1 ഈക്വൽ ടു 5 പ്ലസ് 3 8 8 0 9 മൈനസ് 1 8. ഇനി ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡോ മൈനസ് വൈ പ്ലസ് വൈ 0 ആയി പോകും. സോറി, പ്ലസ് വൈ മൈനസ് വൈ 0 ആകും. 2x ഈക്വൽ ടു എന്നാണ് വരുന്നത്. അപ്പോൾ 2x ആണ്, നോക്കുക 2x ആണ് 8 8 0 8. അപ്പോൾ x കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഇൻറ്റു 2 അല്ലേ, ആ ഇൻറ്റു 2 ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പം ബൈ 2 1/2 ഇൻറ്റു 8 8 0 8. ഇതിന് എന്താ ചെയ്യുക? ഈ 1/2 അകത്തേക്ക് എല്ലാ വാല്യൂസിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1/2 ഇൻറ്റു 8 1/2 ഇൻറ്റു 8 1/2 ഇൻറ്റു 0 1/2 ഇൻറ്റു 8. ദാറ്റ് ഈസ് 8/2 4 4 0 4. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ തന്നിട്ടുണ്ടായിരുന്നു. അതായത് എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്, എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ട്. എക്സും വൈയും കണ്ടുപിടിക്കണം. എക്സും വൈയും കണ്ടുപിടിക്കാനായി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. അതായത് ഇവിടെ പ്ലസ് വൈയും മൈനസ് വൈയും തന്നതുകൊണ്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0 ആയി പോകുന്നതുകൊണ്ട് നമ്മൾ 1 + 2 ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്യുന്ന മെത്തേഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുന്നു. അതായത് 5 2 0 9 പ്ലസ് മെട്രിക്സ് 3 6 0 മൈനസ് 1. രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? കറസ്പോണ്ടിങ് പൊസിഷനിലുള്ളവരെ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 5 + 3 2 + 6 0 + 0 9 + -1. ദാറ്റ് ഈസ് 8 8 0 8. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്ലസ് വൈ മൈനസ് വൈ ക്യാൻസൽ ആയി പോകുന്നു. എക്സ് പ്ലസ് എക്സ് 2x. ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 8 8 0 8. അപ്പോൾ എക്സ് എന്താകും? എക്സ് ഈ ഇൻറ്റു 2 എന്നുള്ളത് ഇപ്പുറത്തെ സെലോട്ട് വരുമ്പം ബൈ 2 ആകും. അല്ലെങ്കിൽ 1/2 ഇൻറ്റു 8 8 0 8 8/2 8/2 0 8/2 4 4 0 4. ഇനി എക്സ് കിട്ടി. അപ്പോൾ ഇനി വൈ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് കിട്ടി, വൈ എങ്ങനെ കണ്ടുപിടിക്കാം? അതും നമ്മൾ പണ്ട് പഠിച്ച പോലെ തന്നെ. അതായത് എക്സ് എന്ന് പറയുന്നത് ഇപ്പം എന്താ കിട്ടിയത്? 4 4 0 4. വൈ എങ്ങനെ കിട്ടും? നോക്കുക, എക്സ് പ്ലസ് വൈ 5 2 0 9 നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വൈ എങ്ങനെ എഴുതാം? ഇവിടെ വൈ മാത്രമാക്കുക. ഈ പ്ലസ് എക്സ് അങ്ങോട്ട് പോകണം, മൈനസ് എക്സ് ആവണം. വൈ മാത്രം ഇവിടെ എഴുതുമ്പോൾ ഈ പ്ലസ് എക്സ് അപ്പുറത്തോട്ട് പോയി മൈനസ് എക്സ് ആവുന്നു. 5 2 0 9. ദാറ്റ് ഈസ് 5 2 0 9 മൈനസ്
എക്സ് 4404 ഈക്വൽ ടു രണ്ട് മാട്രിക്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കറസ്പോണ്ടിങ് പൊസിഷനിലുള്ളവരെ സബ്ട്രാക്ട് ചെയ്യുക. 5 മൈനസ് 4 2 മൈനസ് 4 0 മൈനസ് 0 9 മൈനസ് 4. ദെൻ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? സിംപ്ലിഫൈ ചെയ്യുന്നത് 5 മൈനസ് 4 1 2 മൈനസ് 4 മൈനസ് 2 0 5. അപ്പോൾ y കിട്ടി.